ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. ശുദ്ധിപ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യസമാജം. 1925 ജൂണിൽ അഴീക്കൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചു കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? നവശേവ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണസ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വച്ചാണ്? ലാഹോർ. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഇറയിലി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം മലബാർ. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി സിന്ധു. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? ഭഗ്ലീഹർ. കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ജീവനം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം 97°25' കിഴക്ക്. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ. ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ അംഗങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് മൈക്രോ ഫിനാൻസ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ഗുരജട അപ്പാറാവു. നഷ്ടമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് JM ഷുംപീറ്റർ.